എന്റെ പൊന്നേ കിട്ടിലോസ്കി പടം. കൃഷ്ണദാസ് മുരളി തന്നെ, പുള്ളി തന്നെയാണ് ഭരതനാട്യ ഫസ്റ്റിൻ്റെ ഡയറക്ടർ. ഈ പുള്ളി തന്നെ എഴുതിയിരിക്കുന്നത്. ഡാർക്ക് ഹ്യൂമർ പരിപാടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് വാച്ച് ഐറ്റം. ആ രീതിയിലുള്ള സാധനം അവർ പടച്ച് വെച്ചേക്കുന്നത്. ഇത് ത്രൂ ഔട്ട്, അതായത് ഭരതനാട്യം 1-നകത്ത് ഉള്ളൊരു തുടക്കം കുറച്ചൊരു എന്നാ പറയണ്ട, നമുക്ക് ഇതിലേക്ക് കയറി വരാൻ ഈ ഒരു പടത്തിലേക്ക് ഇന്നാൻ വെച്ചിട്ട് ടൈം എടുക്കുന്ന പരിപാടിയാണെങ്കിൽ ഇത് തുടക്കത്തിൽ ടക്ക് 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 ത്രൂ ഔട്ട് കിട്ടില്ല പരിപാടി. നമുക്കിങ്ങനെ ചിരിച്ച് നമുക്ക് എന്നാ ഉണ്ട് വയറുവേദന എടുക്കും ചിരിച്ച് അമ്മാതിരി സാധനം അവർ ചെയ്തു വെച്ചേക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ട, അതിനകത്ത് നമ്മുടെ മ്യൂസിക് ചെയ്തൊക്കെ പറ്റും, ഇലക്ട്രോണിക്കലി എനിക്ക് ആരും അറിയില്ല, പേടായിട്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ്, അവിടെ ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് എല്ലാം അതായത് ഒന്നിനൊന്ന് മെച്ചെന്നുള്ള രീതിയിൽ ടോപ്പ് ലെവൽ. നമ്മുടെ ബേബിജിൻ്റെയൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്നും പറയാനില്ല. സൈജു കുറിപ്പ് ഇവർ ഇതൊക്കെ, പിന്നെ ഈ പറഞ്ഞ സുരാജ് ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ. ഇപ്പോൾ കുറേ സ്ത്രീ കഥാപാത്രങ്ങളല്ലേ, എല്ലാവരും അടിപൊളി. പിന്നെ എനിക്ക് പറയാൻ അഭിരാം നന്ദ പുള്ളിയുടെ വരും. പുള്ളി എൻ്റെ ദൈവമേ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പുള്ളി അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഈ പുള്ളി വന്ന് കഴിയുമ്പോൾ പിന്നെ വേറെ മൂഡ്. അതുപോലൊരു പടം, അതായത് മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയത്തില്ലേ, ആ ലെവൽ ഐറ്റോ സാധനം ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ ഡാർക്ക് ഹ്യൂമറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വർക്ക് ആവത്തില്ല. അതിനകത്ത് വേറെ കാര്യം വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ലോജിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കൂല്ലോ, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിതൊരു ഇങ്ങനെയാണ് ഈ പരിപാടി എന്നുള്ള മൂഡിലിരുന്ന് പടം കണ്ടാൽ മതി. കിടിലമാണ്.